അങ്ങനെ മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന ഒരു സിനിമ അങ്ങനെ അവസാനം റിലീസായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറയാൻ തന്നെ സിനിമ ഏതാണെന്നല്ലോ, നമ്മുടെ തുടരും സിനിമ അങ്ങനെ റിലീസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ശോഭന മോഹൻലാൽ കോമ്പിനേഷൻ അതും നല്ല അടിപൊളി തന്നെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിലെ വില്ലൻ പ്രകാശ് വർമ്മ, ആള് ഫസ്റ്റ് ടൈമാണ് മൂവിയിലോട്ട് വരുന്നത്. ആള് ഡയറക്ടറാണ്. ആർട്സ്, അതായത് വോഡോഫോണിന്റെ പരസ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഡയറക്ഷൻ ആണെങ്കിൽ നല്ല അടിപൊളി ഡയറക്ഷൻ, താങ്ക്സ് ടു തരുൺ മൂർത്തി. അങ്ങനെ ആ ഒരു ആള് കാരണം നമ്മുടെ ലാലേട്ടൻ, അതായത് പഴയ എവിടെയൊക്കെ മറന്നുപോയ ലാലേട്ടനെ നമുക്കങ്ങനെ തിരിച്ചു കിട്ടി. ഇപ്പൊ നമ്മൾ ആ സിനിമയെ പറ്റി പറയുവാണെങ്കിൽ, ഫസ്റ്റ് ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് വരെ ഫാമിലി, അത് കഴിഞ്ഞിട്ടൊരു ചേഞ്ച് ഉണ്ട്. ദ മൂവി വാസ് ഊസം. എൻ്റെ അടുത്ത് ആരെങ്കിലും ടിക്കറ്റ് എടുത്തോട്ടെ അല്ലെങ്കിൽ കണ്ടോട്ടെ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി പോയി കണ്ടോ. നല്ല അടിപൊളി പടം തന്നെയാണ്. ലാലേട്ടൻ്റെ ചെരിവും അങ്ങനത്തെ എല്ലാ ദൃശ്യം പോലത്തെ വേറൊരു പടം. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് പുലിമുരുകനൊക്കെ കയറി വരുന്നല്ലോ എനിക്ക് തോന്നി. ലാലേട്ടൻ തന്നെ ലാലേട്ടൻ്റെ പഴയ സിനിമകളെ തന്നെ ഇതിനകത്ത് തൂക്കുന്നുണ്ട്. എമ്പുരാനില് ജംഗിൾ പുളി എന്ന് പറയണ പോലെ തന്നെ ഇതിനകത്ത് പോലീസ് സ്റ്റേഷനകത്ത് ഒരു സംഭവം ഉണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാലേട്ടനെ പറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലാലേട്ടൻ കണ്ണുകൾ കൊണ്ടാണ് അഭിനയിക്കുന്നത്. അത് അങ്ങനെ ഒരുപാട് ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. പക്ഷെ അത് ഈ ഒരു ഇടയായിട്ട് കുറഞ്ഞോണ്ടിരുന്നു. പക്ഷെ ഈ ഒരു സിനിമയില് അത് എന്താണെന്ന് കൃത്യം കാണിച്ചു തരുന്നുണ്ട്. ലാലേട്ടൻ കരഞ്ഞ മലയാളികൾ കരയും, ലാലേട്ടൻ ചിരിച്ചാൽ മലയാളികൾ ചിരിക്കും, ലാലേട്ടന് ദേഷ്യമാണെങ്കിൽ മലയാളികൾക്കും ദേഷ്യം. ആ ഒരു സംഭവം ഈ സിനിമയിലുണ്ട്. 2.25 മണിക്കൂറിന്റെ പടമാണല്ലോ. അപ്പോൾ ഫസ്റ്റ് ഹാഫിന്റെ തൊട്ട് മുമ്പ് വരെ നല്ല ഫാമിലി ആയിട്ട് നല്ല ചിരിക്കാനും ഒക്കെയുള്ള നല്ല അടിപൊളി സിനിമ. പക്ഷെ ഫസ്റ്റ് ഹാഫ് വരുന്നതിന് തന്നെ ജസ്റ്റ് ഇത്തിരി നേരം മുൻപ് തന്നെ കഥ ജസ്റ്റ് ഒന്ന് മാറും. ആ മാറണ ഒരു മാറ്റം ഉണ്ടല്ലോ, തിയേറ്ററിൽ തന്നെ പോയി, OTTക്ക് വെയിറ്റ് ചെയ്ത് തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം. ഞാൻ 100 സിനിമയ്ക്ക് 10ൽ 10 റേറ്റിംഗ് തന്നെ കൊടുക്കും. കാരണം ആ ഒരു ലാലേട്ടനെയാണ് നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ലാലേട്ടൻ തുടരും. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റും കൊണ്ട് ചെയ്തേക്കാട്ടോ.